السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള സദസ്യരെ, ലിബറലിസം കാലം കൈകടിക്കേണ്ടി വരും എന്ന പ്രാധാന്യമർഹിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ഞാൻ ആഗ്രഹിക്കുന്നു. അടുക്കളയുടെ ഉമ്മറത്തും LKG വിദ്യാർത്ഥിയുടെ മനസ്സിലും ഒരുപോലെ വിലസിക്കൊണ്ടിരിക്കുന്ന ലിബറലിസത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ലിബറലിസം 16-17 നൂറ്റാണ്ടുകളിൽ ഉരുത്തിരിഞ്ഞു വന്ന രാഷ്ട്രീയ സാമ്പത്തിക ചിന്താധാരയെയാണ് ഈ പദം അടിസ്ഥാനപരമായി പ്രതിനിധാനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെയും തുല്യാവകാശത്തിൻ്റെയും പ്രാധാന്യത്തിലൂന്നിയുള്ള ഒരാശയമായിട്ടാണ് ലിബറലിസം ഉടലെടുത്തത്. എന്നാൽ ഇന്ന് നവലിബറലിസം സമ്പൂർണ്ണ സ്വതന്ത്രവാദമായും സ്വതന്ത്രവാദികൾക്ക് ഭരണമുള്ളയിടങ്ങളിൽ മതനിരാസവാദമായും പരിണമിച്ചിരിക്കുകയാണ്. പൗരജീവിതത്തിലും കുടുംബ സാമൂഹിക ബന്ധങ്ങളിലും മതത്തിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ യാതൊരുവിധ ഇടപെടലുകളും പാടില്ലെന്നും സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് ആഗോളതലത്തിൽ ഇവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രവാദികൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളുടെ ദുരന്തഫലങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആത്യന്തികമായി നിയന്ത്രണങ്ങളേതുമില്ലാത്ത ഒരു ബോർഡർലെസ് വേൾഡ്, അതായത് ഭൂമിയിൽ ഒരു സ്വർഗരാജ്യം പതിച്ചു നൽകണമെന്നാണ് അവരുടെ ആവശ്യം. ഉത്തരാധുനിക കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ലിബറലിസം സജീവമായതെങ്കിലും നാൾക്കുനാൾ അത് വളരുകയും മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും അത് വ്യാപിക്കുകയും ചെയ്തു. ഈ അടുത്ത വർഷങ്ങളിലായി ഇന്ത്യയിലേക്കും വിശിഷ്യ കേരളത്തിൽ പോലും ലിബറലിസ്റ്റുകളുടെ അതിപ്രസരണവും അലയൊളികളും മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 50 മുകളിൽ പ്രായമുള്ള ഒരു പിതാവ് തൻ്റെ ഭാര്യയെയും 7 മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെക്കുറിച്ച് വെറും 6 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നു. മകൻ്റെ അശ്ലീല ചിത്രശേഖരം നശിപ്പിച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കൾ മകന് 22 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി പറയുന്നു. ആത്മഹത്യക്കാവശ്യമായ ഉപകരണങ്ങൾക്ക് നിയമാനുമതി നൽകിക്കൊണ്ട് സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളും കടന്നു വരുമ്പോൾ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തരഫലങ്ങളാണ് ഇതെന്ന് നമുക്ക് വ്യക്തമാകും. യു ഹാവ് 2 ലോർഡ്സ്, വൺ ഈസ് പെയിൻ ആൻഡ് അനദർ ഈസ് പ്ലഷർ. നിങ്ങൾക്ക് ഉള്ളത് 2 ദൈവങ്ങളാണെന്നും ഒന്ന് നിങ്ങളുടെ ദുഃഖങ്ങളും മറ്റൊന്ന് നിങ്ങളുടെ സന്തോഷങ്ങളാണെന്നും അതിനാൽ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മിനിമൈസേഷൻ ഓഫ് പെയിൻ ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് പ്ലഷർ ആണെന്നും ലിബറലിസത്തിൻ്റെ പ്രധാനിയായ ജെർമി ബന്തൻ പറയുന്നത്. ഉലൈകൽ അൻആമി ബൽ ഹും അളൽ എന്ന് വിശുദ്ധ ഖുർആനിക സൂക്തത്തിൻ്റെ ഉദാഹരണങ്ങളായി നമുക്ക് ഇവർ വിലയിരുത്താം. ഉദാര ലൈംഗികത അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ ആത്മഹത്യാ പ്രവണതയുള്ളവരിൽ 63%, ബിഹേവിയർ സോണാസ് ഉള്ളവരിൽ 85%, ബലാത്സംഗ പ്രവണത ഉള്ളവരിൽ 80%, ഈ രീതിയിൽ പിതാവില്ലാതെ വളർന്നു വരുന്ന കുട്ടികളാണെന്നും പഠനങ്ങൾ പറയുന്നു. വലഖദ് അർസൽനാ റുസലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാന ബിൽ ഖിസ്ത് ലിയഖൂമന്നാസ് ബിൽ ഖിസ്ത്. ഉദാര ലൈംഗികത അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ ആത്മഹത്യാ പ്രവണത ഉള്ളവരിൽ 85%, ബിഹേവിയർ സോണാസ് ഉള്ളവരിൽ 80%, ആത്മഹത്യാ പ്രവണതയുള്ളവരിൽ 63%, ഈ രീതിയിൽ പിതാവില്ലാതെ വളർന്നു വരുന്ന കുട്ടികളാണെന്ന് പഠനങ്ങൾ പറയുന്നു. വലഖദ് അർസൽനാ റുസലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാന ലിയഖൂമന്നാസ് ബിൽ ഖിസ്ത്. ജനങ്ങൾ നീതിബോധത്തോടു കൂടി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനെയും പ്രവാചകരെയും നാം അയച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ലിബറലിസം ആണ് ശരി, അതാണ് നോർമൽ എന്ന് മനസ്സിലാക്കുന്ന സമൂഹത്തിന് മുമ്പിൽ സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് ദിശാബോധം നൽകാൻ നമുക്ക് സാധിക്കണം. അതിന് നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.